ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പൗലോസിൻ്റെ മാതൃകാ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം അല്പം ദൈർഘ്യം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിലും വചനം അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കുന്നത് ഒരു അനുഗ്രഹമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യാനായിട്ട് തുനിഞ്ഞത്. അതേവർക്കും പ്രയോജനമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. പൗലോസ് അപ്പസ്തോലൻ്റെ പ്രാർത്ഥനയിലെ അവസാന ഇനമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. കൊലോസ്യർ 1:13-14 വാക്യങ്ങളിൽ ആ അവസാന ഐറ്റം നാം കാണുന്നുണ്ട്. ലളിതമെന്ന് തോന്നാമെങ്കിലും വളരെ പ്രധാനപ്പെട്ടതും ചിലപ്പോൾ നാം വിട്ടുപോകാൻ സാധ്യതയുള്ളതുമായ ഒരു വിഷയമാണിത്. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ബി താങ്ക്ഫുൾ ടു ഗോഡ് എന്നതാണ് ആ പ്രാർത്ഥനാ വിഷയം. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപങ്ങളിൽ അല്ലെങ്കിൽ വീഴ്ചകളിൽ, പരാജയങ്ങളിൽ ഒന്ന് അവൻ ദൈവത്തോട് നന്ദി കാണിച്ചില്ല എന്നതാണ്. റോമർ 1:21 അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവൻ്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആരോ പറഞ്ഞതുപോലെ താങ്ക്ലെസ്നെസ് ഈസ് ദ വേഴ്സ്റ്റ് സിൻ. നന്ദിയില്ലായ്മയാണ് ഏറ്റവും ഹീനമായ പാപം. വിശ്വാസികളായ നാം നന്ദിയുള്ളവരായിരിക്കണം. നന്ദി പറയുന്നതിൻ്റെ പ്രാധാന്യത്തെ കർത്താവും ഊന്നി പറഞ്ഞിട്ടുണ്ട്. സൗഖ്യം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുള്ളൂ. മറ്റാരെയും കാണാത്തതിൽ കർത്താവ് അതിശയം കൂറുകയാണ് ചെയ്തത്. ദൈവം നന്ദിയുള്ള ഹൃദയത്തെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ദൈവം മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ മക്കളിൽ നിന്നും ഇത് ആഗ്രഹിക്കുന്നവനാണ്. സ്തോത്രം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നന്ദി എന്ന അർത്ഥത്തിലാണ്. താങ്ക്സ് ഗിവിങ് എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 100:4 അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും കൂടെ വരുവിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 136:1 പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നാണ്. സങ്കീർത്തനങ്ങളിൽ നിരവധി പ്രാവശ്യം ഇങ്ങനെ കാണാം. കൊലോസ്യർ 1:12-13 വാക്യങ്ങളിൽ പിതാവിന് സ്തോത്രം ചെയ്യണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിനോട് മക്കളായി നാം നന്ദിയുള്ളവരായിരിക്കണം. ഇക്കാര്യം പുതിയ നിയമത്തിൽ തന്നെ പലയിടത്തും ഓർപ്പിച്ചിട്ടുണ്ട്. കൊലോസ്യർ 3:15 നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എഫേസ്യർ 5:20 ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. കൊലോസ്യർ 3:17 ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ എന്നാണ്. നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ എന്നാണ് കൊലോസ്യയിലെ വിശ്വാസികളോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവമക്കൾ തങ്ങളുടെ പിതാവിന് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 തെസ്സലോനിക്കർ 5:18 അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ലഭിച്ച സകല നന്മകൾക്കും നന്ദി പറയുന്നതാണ് സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്തും സ്തോത്രം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതാണല്ലോ പ്രാർത്ഥന. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. ഉദാഹരണമായി കൊലോസ്യർ 4:2 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്നാണ് ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. സകല മനുഷ്യർക്കും അധികാരികൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രവും ഉൾപ്പെടുത്തണമെന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. 1 തീമോഥെയോസ് 2:2 നമ്മൾ അതാണ് വായിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടെ അല്ലെങ്കിൽ നന്ദിയോടുകൂടെ അറിയിക്കണമെന്നാണ് ഫിലിപ്പിയർ 4:6 പ്രബോധിപ്പിച്ചിട്ടുള്ളത്. നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതിരിക്കണം. ദൈവം ചെയ്ത നന്മകളെ ഓർക്കുന്നവർക്ക്
സ്തോത്രം ചെയ്യാൻ അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ നന്മകളെ നാം ഇരുന്ന് ഒന്നെണ്ണണം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന പാട്ട് കേട്ടിട്ടുണ്ടാകുമല്ലോ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ എന്നാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണുക, അതിന് ഓരോന്നിനും പേരിട്ട് നോക്കുക, പേരിടുക എന്നാണ് പറയുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്നാണ് സ്വർഗീയ ദൂതവൃന്ദം ആർത്ത് പാടുന്നത്. വെളിപ്പാട് 5:12 നമ്മളത് കാണുന്നുണ്ട്. നാം നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ ആരാധിക്കണമെന്നാണ് കൽപ്പന. എബ്രായർ 12:28 നമ്മൾ കാണുന്നു. നാം സ്തോത്രത്തോടു കൂടെ വേണം ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ. സങ്കീർത്തനം 95:2 പറയുന്നത് പോലെ നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആശ്ചര്യം കൂറിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നന്ദിയുള്ളവരാകുവിൻ എന്ന ഇത്ര പ്രാധാന്യമുള്ള കൽപ്പനയെ അല്ലെങ്കിൽ ദൈവേഷ്ടത്തെ നമുക്ക് ലാഘവമായിട്ടെടുക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ ഉണ്ടായിരുന്നു. പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുകളും കൊണ്ടാടിയിരുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിനെയും യൗവ്യത്തിൻ്റെ ആരംഭത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. അതുപോലെ വാരോത്സവം കൊണ്ടാടിയിരുന്നത് ഗോതമ്പ് കൊയ്ത്തിൻ്റെ ആരംഭത്തിനായി ദൈവത്തിന് നന്ദി പറയാനായിരുന്നു. കൂടാര പെരുന്നാൾ കൊയ്ത്ത് സീസണിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയായിരുന്നു. ഓരോ വർഷവും 7-ാം മാസമായ തിസ്രി മാസത്തിലാണ് ഇത് ആചരിച്ചിരുന്നത്. ഒരു വർഷം മുഴുവനും അവർക്ക് ആവശ്യമായത് നൽകി തന്ന ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് ഇസ്രായേൽ ജനം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് നന്ദി പറയാൻ ചില സ്തോത്ര ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ 2 പ്രധാനപ്പെട്ട വലിയ കാരണങ്ങളും പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. ഇത് നമ്മുടെ കഴിവുകൊണ്ടോ മേന്മ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നേടിയതല്ല. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം സാധ്യമായതാണ്. അത് നമുക്ക് അവകാശമായി നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശുദ്ധരും പാപികളുമായ നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാർക്ക് ഇരുട്ടിലുള്ള അവകാശമല്ല, വെളിച്ചത്തിലുള്ള അവകാശത്തിൻ്റെ ഓഹരിക്കാരായി നമ്മെ തീർത്തു. എത്ര വലിയ ഭാഗ്യപദവിയാണ് ദൈവം നമുക്ക് നൽകിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ഒരു വലിയ കാരണം ഇതാണ്. മറ്റൊരു കാരണം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുകയും തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്തു എന്നതാണ്. അതായത് ഒരാളുടെ കീഴിൽ നിന്നും വിടുവിച്ച് മറ്റൊരാളുടെ കീഴിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ഇവിടെ ആക്കി വെച്ചു എന്നതിനർത്ഥം ട്രാൻസ്ഫേർഡ് എന്നാണ്. പ്രാചീന കാലങ്ങളിൽ ഒരു സാമ്രാജ്യം മറ്റൊരു സാമ്രാജ്യത്തെ കീഴടക്കി കഴിയുമ്പോൾ കീഴടക്കപ്പെട്ട സാമ്രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും കീഴടക്കിയ സാമ്രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ആ ആശയത്തിലാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇരുട്ടിൻ്റെ അധികാരിയായ സാത്താനെ തോൽപ്പിച്ച് അവൻ്റെ കീഴിലായിരുന്ന നമ്മെ വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ സാമ്രാജ്യത്തിൽ നമ്മെ ആക്കി. ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിലാക്കി, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ആക്കി. നാം എത്ര ഭാഗ്യശാലികളാണ്, നാം എത്ര സുരക്ഷിതരാണ്. കാരണം ഈ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നാണ്. ഇരുട്ടിൻ്റെ അധികാരം എന്നത് സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ലോക വ്യവസ്ഥിതിയാണ്. ഇന്ന് ഈ ലോകം മുഴുവൻ അവൻ്റെ അധീനതയിലാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷ മുഖാന്തരമാണ് ഒരു വ്യക്തി അവൻ്റെ അധീനതയിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ദൈവശക്തിയാണെന്ന് റോമർ 1:16 പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ഈ പ്രവർത്തനം നമ്മിലും സഫലമായതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവന് സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണമായിട്ടാണ് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന ഈ വീണ്ടെടുപ്പ് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള മതിയായ കാരണമാണ്. ഇവിടെ അവൻ്റെ രക്തം മൂലം എന്നൊരു പ്രയോഗമുണ്ട്. മലയാള പരിഭാഷയിൽ അതില്ല. കാരണം
ചില ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളിൽ അതില്ല എന്നതാണ്. എന്നാൽ ഭൂരിഭാഗം പാഠങ്ങളിലും അവൻ്റെ രക്തം മൂലം എന്ന് കാണുന്നുണ്ട്. മിക്ക ഇംഗ്ലീഷ് പരിഭാഷകളിലും ഗ്രീക്ക് പാഠങ്ങളിലുമൊക്കെ ആ പ്രയോഗം കാണുന്നുണ്ട്. ഇതേ പ്രസ്താവന തന്നെ എഫേസ്യർ 1:7 നമുക്ക് കാണാം. അവനിൽ നമുക്ക് അവൻ്റെ രക്തം മൂലം അതിക്രമങ്ങളിലെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമായത് പുത്രൻ തമ്പുരാൻ്റെ മരണത്തിലൂടെയാണ്. അവൻ ക്രൂശിൽ ചിന്തിയ രക്തമാണ് വീണ്ടെടുപ്പിന് ആധാരം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇവിടെ വീണ്ടെടുപ്പ് എന്നതിനുള്ള പദമാണ് അപ്പോലുട്രോസിസ്. ഒരടിമയെയോ തടവുകാരനെയോ മറുവില നൽകി സ്വതന്ത്രമാക്കുന്നതിനെ അല്ലെങ്കിൽ വിമോചിപ്പിക്കുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ജീവനെ മറുവിലയായി നൽകിക്കൊണ്ടാണ് നമ്മെ സാത്താൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വതന്ത്രമാക്കിയത്. ഈ വീണ്ടെടുപ്പ് പാപങ്ങളിലെ മോചനമെന്ന വീണ്ടെടുപ്പാണ്. മോചനം എന്നത് നിയമപരമായും സാമ്പത്തിക രംഗത്തും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഒരു തടവുകാരനെ വിട്ടയക്കുകയോ ഒരാളുടെ സാമ്പത്തിക കടം അല്ലെങ്കിൽ ബാധ്യത തീർത്ത് സ്വതന്ത്രമാക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനാണ് അഫേസിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദൈവം യേശുക്രിസ്തുവിലൂടെ പാപികളായ മനുഷ്യർക്ക് നൽകുന്ന പാപങ്ങളുടെ ക്ഷമയെക്കുറിച്ച് പറയാൻ അതേ വാക്ക് തന്നെ ദൈവാത്മാവ് ഉപയോഗിച്ചു. ദൈവം നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനെ ഓർത്ത്, നമുക്ക് തന്ന പാപക്ഷമയെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.